അമ്മ ഇങ്ങനെ രാവിലെ തന്നെ എന്തൊക്കെയോ പണികളാണ്, മീനുണ്ടാക്കുന്നത്, മീൻ അച്ചാറിടുന്നതും മീൻ കറി വെക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉപദേശങ്ങളോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. നല്ലൊരു ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുകയും എല്ലാ കാര്യങ്ങളും പറയും, അങ്ങനെയൊക്കെ ചെയ്ത് അപ്പം നല്ലൊരു എൻജോയ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് അത് കേട്ടുകൊണ്ട് ആ സമയം പോകുന്നത് നമ്മൾ അറിയത്ത് പോലുമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഇപ്പോൾ ഇന്ന് അമ്മയുടെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ, അതായത് പച്ച മത്തി അച്ചാറിടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അച്ചാറിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അധികം വലിയ സംഭവമായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ ഓരോരുത്തരെക്കുറിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് അങ്ങനെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചും കളിച്ചും അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഓരോ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത്ര വലിയ ഒരു ഇതിലുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ എങ്കിലും നമ്മൾ നമുക്കുള്ളതിൽ വെച്ച് ഇങ്ങനെ ചെറിയൊരു ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോകുന്ന ഒരാൾക്കാർ തന്നെയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വേറെ ആരുമില്ല, പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് അതൊരു ഇത് തന്നെയാണ്, പ്രത്യേക ഒരു ടൈം പാസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്താ പറയുക, നമുക്കത്ര വലിയ ഒരു സെറ്റപ്പിലുള്ള ജീവിതമൊന്നുമല്ല നമ്മുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉള്ളത് വെച്ച് അങ്ങനെ നിലവിലങ്ങനെ പോകുന്നു, അത്ര തന്നെ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തത് തന്നെയാണ്. കാരണം ഒരാൾ വർത്തമാനം പറയാനുണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അപ്പം അതൊക്കെ ഒരു പ്രത്യേകതയാണ്. അല്ലാതെ ഇപ്പോൾ എന്താ പറയേണ്ടത്, ഒന്നും മിണ്ടാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ആരും സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു മടുപ്പായിട്ട് മാറുകയും പിന്നെ അതിൽ വലിയൊരു ഒരു ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആരും ഇല്ലെങ്കിൽ. അപ്പം ആരെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. അത് നമുക്ക് അതിലൊരു മടുപ്പോ കാര്യങ്ങളും തോന്നത്തില്ല. അതാ പറയുന്നത്, ചിലപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം ആ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അത് നമുക്ക് ഒരാളും ഇല്ല എങ്കിൽ നമുക്കിപ്പോൾ ഒരു മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോലെയൊക്കെ ആയിരിക്കും. അത് പലപ്പോഴും പണ്ടും ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടാകുക, നമ്മളോട് വർത്തമാനം പറയാനുണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു മാനസികപരമായിട്ടൊരു സപ്പോർട്ട് ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാകുക, അതൊക്കെയെന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് കേൾക്കാനുള്ള ആൾക്കാരുണ്ട്. അതായത് അമ്മയാണെങ്കിൽ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതൊക്കെ നമുക്കൊരു മാനസികപരമായിട്ടൊരു നല്ലൊരു ഇതാണ്. പിന്നെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ കോമഡികൾ പറയുക, തമാശകൾ പറയുക, അങ്ങനെ ചിരിക്കുക, പിന്നെ ഓരോ സാധനങ്ങൾ വെച്ചത് കാണാതെ പോവുക. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ പോകുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ തന്നെ എന്നാൽ പോലും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മളങ്ങനെ ഇങ്ങനെ ഇരിക്കും. എന്താ പറയുക, നമുക്കത്ര ഇതാണ്. പിന്നെ ചില സമയത്തൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവും. കാരണം എന്താ പറയേണ്ടത്, നമ്മുടെ ആ ഒരു സ്ഥിതിഗതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇല്ലായ്മയെ പോലും നമ്മളെക്കാട്ടിലില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല നിലയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്, അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്, വീട് പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ മഴക്കാലത്താണെങ്കിൽ പോലും എത്രയോ പേരുടെ വീടുകളൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് പോകുന്നതും അതുപോലെ തന്നെ ചോർന്നൊലിക്കുന്ന വീടുകളും. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വെയിലൊക്കെയുള്ള സമയത്ത്, മഴയില്ലാത്ത സമയത്താണെങ്കിൽ പോലും പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഈ ഒരു സമയത്തെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ സ്ഥിതിഗതികൾ ശരിക്കും പറഞ്ഞ് നമ്മളെ നോക്കുമ്പോൾ നമ്മളൊന്നുമില്ലായ്മയായിട്ട് നമുക്ക് തോന്നും. അത് പക്ഷേങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ, നമ്മളെക്കാട്ടിലും ഒരുപാടുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും താഴത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ, നമ്മളൊരിക്കലും നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ വീടിനെക്കുറിച്ചോ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചോ ഒരിക്കലും നമുക്ക് കുറ്റം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല.
അപ്പോൾ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ല, പക്ഷേ എങ്കിലും നമ്മുടെ മാതാപിതാക്കളെ മറ്റ് ഉള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അവർക്കൊന്നുമില്ല, അവരെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കറിയാം ഒരുപാട് മക്കൾ എന്താ പറയുക മാതാപിതാക്കളെ തള്ളിക്കളയുന്നതും അതുപോലെ തന്നെ വീട്ടുജോലിക്ക് ആളെ നിർത്തിക്കൊണ്ട് വരെയൊക്കെ മാറ്റി നിർത്തുന്നതായിട്ടുള്ള ഒരുപാട് മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അത്തരം ആൾക്കാരൊക്കെ ഒരു ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് മാതാപിതാക്കൾ കാരണമാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് മക്കളുണ്ടാകുമ്പോൾ അവർ ഇതുപോലെ തന്നെ നമ്മളോട് പെരുമാറും. അപ്പോൾ നമ്മളും ഇതിൽ നിന്ന് ഒരിക്കലും വിട്ടു പോകത്തൊന്നുമില്ല. നമ്മൾ ചെയ്തതിൻ്റെ നമുക്ക് തന്നെ ലഭിക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും ലഭിക്കാതെ പോകത്തൊന്നുമില്ല. അത് പറഞ്ഞത് സത്യത തന്നെയാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന ദൈവങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെ നമ്മളൊരിക്കലും ഉപദ്രവിക്കാനോ ഇല്ലെങ്കിൽ അവരെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടോ ഇല്ലെങ്കിൽ അവരൊരിക്കലും കമ്പയർ ചെയ്യാനോ പാടില്ല. ചില മക്കളൊക്കെ കാണാം മാതാപിതാക്കളെ ഒരിക്കലും പുറത്തൊന്നും കൊണ്ടാകത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ അത്ര വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ അവർക്കൊരു നാണക്കേട്. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ എന്തോ കുറച്ചിലായിട്ട് കാണുന്നവർ. പക്ഷേങ്കിൽ അവരും നിങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നിങ്ങൾ അതുപോലെ നോക്കിയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു നിലയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുവാനും ഇതുപോലെ നിങ്ങൾക്ക് സംസാരിക്കുവാനും ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയും മാതാപിതാക്കൾ മക്കളെ ഉണ്ടായതിന് ശേഷം കൊള്ളില്ലെന്നും പറഞ്ഞ് വലിച്ചെറിയുന്നവരുണ്ട്, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിൽക്കുന്നവരുണ്ട്. എന്തെല്ലാം നമ്മൾ പല വാർത്തകളിലും കേട്ടിട്ടുള്ളതാണ്. വലിച്ചെറിയുന്നതായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ പറയുക വേസ്റ്റ് പോലെ വലിച്ചെറിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളെ ഒഴിവാക്കിയില്ലല്ലോ. നമ്മളെ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ കണ്ടുകൊണ്ട് അവർ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു തന്ന സ്ഥിതിക്ക് നമ്മൾ എന്താ പറയേണ്ട ആ ഒരു കാര്യത്തിനാൽ പോലും അവർ നമ്മളെ ഉപേക്ഷിക്കാൻ പാടില്ല, നമ്മളവരെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്താ പറയേണ്ട അവർക്കും നമ്മൾ സ്നേഹം കൊടുക്കുക, അവരോട് നമ്മൾ സംസാരിക്കുക, അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുക. എന്ത് തന്നെ ജോലി തിരക്കാന്ന് പറഞ്ഞാലും അവരോട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കും, മറ്റു കുടുംബത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ സ്ഥിതിഗതികൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കും. നമുക്കങ്ങനെ മറ്റാരും സംസാരിക്കാനും കൂടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു നമുക്ക് മീൻ അച്ചാർ, അതായത് ഇത് ആദ്യമായിട്ട് അമ്മ ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ് പച്ച മീൻ അച്ചാർ ഇടുന്നത്. അപ്പോൾ ഈ പച്ച മീൻ അച്ചാർ ഇട്ടതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്കത് സെയിൽ ചെയ്യാം, അതായത് കുപ്പിയിൽ സെയിൽ ചെയ്യാം എന്നുള്ളൊരു ആശയം കൂടെ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭം കൂടി തുടങ്ങാമെന്നുള്ളത്. അപ്പം ഇത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മ എനിക്കൊരു പീസ് തന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, നല്ല ടേസ്റ്റാണ്. പിന്നെ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊരു കൈപ്പുണ്യമുണ്ട് എല്ലാം ഉണ്ടാക്കുന്നതിലൊക്കെ. എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ചിലർ പറയുന്നത് കേൾക്കുന്നില്ലേ, പച്ചവെള്ളം കൊടുത്താലും അതിനും ടേസ്റ്റാണ് എന്ന് പറയുന്ന പോലെയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ. അപ്പം ഞങ്ങൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ അത് ഉണ്ടാക്കി ഒരു കുപ്പിയിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ അതിനാവശ്യമുള്ളവരൊക്കെ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസുകളെന്ന് പറഞ്ഞാൽ ഡെയിലി ഞങ്ങളുടെ ജീവിതമാണ്. അത് വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാതെ പച്ചയായ രീതിയിൽ മറ്റ് മ്യൂസിക്കോ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റെഡിയാക്കി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അച്ചാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്ര വലിയ സെറ്റപ്പോ കാര്യങ്ങളില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നൊന്നുമില്ല. നമുക്ക് അത്രത്തോളം വലിയ ഒരുപാട് സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമില്ല. കാരണം നമുക്കറിയാം അങ്ങനെ ഒരാളും മറ്റൊരാളെ കണ്ടുകൊണ്ടല്ല ജീവിക്കേണ്ടത് ഒരിക്കലും.
കാരണം വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷേങ്കിൽ നമ്മളൊരാളെയും കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ കണ്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കെതിരെ തിരിയോ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഈ ലോകത്ത് നിന്ന് പോവുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമ്മളങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, പക്ഷേങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും ഒരാളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ പാടില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത് ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം അതുപോലെ തന്നെയാണ്. അതും മറ്റുള്ളവരും ഇതുപോലെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നുള്ള സ്ഥിതിക്ക് പറയുന്നതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീനച്ചാർ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല